നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണ പെണ്ണ് മൂഡ് ഓഫ് ആകാൻ പാടില്ല. ആളുകളൊക്കെ ശ്രദ്ധിക്കും. എന്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവൻ എനിക്ക് പിടി തരുന്നില്ല. വിളിക്കുമ്പോക്കെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ മെസ്സേജ് അയക്കുമ്പോ അവന് റിപ്ലൈ എങ്കിലും ഒന്ന് അയച്ചൂടെ? എന്റെ മനസ്സറിയുന്നവനായിരുന്നു അവൻ. എന്നിട്ടും വർഷേ, ഇന്നത്തെ ദിവസം നീ വിഷമിക്കാൻ പാടില്ല. ശ്യാമിന് എന്തെങ്കിലും പ്രോബ്ലം കാണും. എന്നാലും ഒന്ന് വിളിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചൂടെ അവന്? എന്റെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതുപോലും അവന്റെ അനുവാദത്തോടെയല്ലേ? പക്ഷേ വേണ്ട, അതൊന്നും ഓർക്കാനും സങ്കടപ്പെടാനുള്ള സന്ദർഭമല്ല ഇത്. നീ നിന്റെ കാര്യങ്ങൾ നോക്ക്, അവൻ വന്നോളും. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്നത്തെ ദിവസത്തേക്കാൾ പ്രധാനമാ നാളെ. നാളത്തോടുകൂടി ലവ് ബേർഡ്സിനെ പോലെ പാറി നടക്കുന്ന വർഷയുടെ കഴുത്തില് കടിഞ്ഞാണ് വീഴാൻ പോവാ. ഒന്ന് പോടി. ഓഹോ ശരി. ശ്യാമേ, നീ എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അച്ഛാ. നല്ലത്. പഠിത്തത്തിൽ ഓർത്തു വെക്കേണ്ടത് ഓർത്തു വെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറക്കേണ്ടത് മറന്നു കളയുന്നത്. മനസ്സിലായോ? നിനക്ക് മനസ്സിൽ വേറെ ടെൻഷൻ വല്ലതും ഉണ്ടോ? നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എങ്കിലേ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാൻ നിന്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ നീ തയ്യാറാണോ? ഇടാ, നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ, രജിസ്ട്രേഷന് പോവാം. ആ, സംഗീതേ, നീ ഈയിടെയായിട്ട് എപ്പോഴും മകന്റെ പിന്നാലെ നിഴല് പോലെ കൂടിയിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ എപ്പോ ഇവിടെ വന്നാലും നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ, മകന്റെ മേലെപ്പോഴും ഒരു കണ്ണ് വേണോന്ന് ഏതെങ്കിലും സൈക്യാട്രിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടോ? സൈക്കാട്രിസ്റ്റോ? എന്തൊക്കെയാ പറയുന്നേ? ഓ, വെറുതെ. നിന്റെ ചില നേരത്തെ പെരുമാറ്റമൊക്കെ കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും എന്നോടെന്തോ മറയ്ക്കുന്നത് പോലെ, ഒരു ഉരുണ്ടുകളി പോലെ. ഇനി എന്ത് തന്നെ എന്നിൽ നിന്ന് നിങ്ങൾ ഒളിച്ചാലും ഞാൻ അത് കണ്ടുപിടിക്കും. ശരി, നടക്കട്ടെ. പരദൂഷണം പറയാൻ എവിടെയെങ്കിലും ചാൻസ് കിട്ടി കാണും. അമ്മ എന്തെങ്കിലും നാണക്കേട് ഒപ്പിച്ചിട്ടേ വരൂ. എല്ലാ സൗഭാഗ്യങ്ങളുള്ള AC റൂമാ വിക്രമങ്ങൾ എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് വിശ്രമിച്ച പോരെ അമ്മയ്ക്ക്. അതെങ്ങനെയാ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ലെന്ന് അച്ഛൻ പറയുന്നത് ശരിയാ? നോക്ക് നിൽക്കാതെ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വെക്കാൻ സഹായിക്കൂ. ആ, പതിയെ പതിയെ. ആ, ഇതൊക്കെ എന്താ അമ്മേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് ജിലേബി, ലഡു, ജ്യൂസ്. അതെ, വലിയ VIP ചമഞ്ഞ് മുറിക്കകത്ത് കയറി ഇരുന്നാ പോരാ, മറ്റു കുട്ടികളെ പോലെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. എടിമക്കളെ, ഈ കോമ്പൗണ്ടിലെ ചായക്കട മുതൽ ഐസ്ക്രീം പാർലർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാവർക്കും ഫ്രീയാ. ഫ്രീ ആണെന്ന് കരുതിയിട്ട് എടുക്കുന്നതിനൊരു മര്യാദ കാണിക്കണ്ടേ അമ്മേ?
നമ്മള് 3 പേരല്ലേ ഉള്ളൂ. മതിയല്ലോ. എടി മറ്റുള്ളവരൊക്കെ അവിടെ വെട്ടി വീഴുങ്ങുവാ. പിടി. കഴിച്ചോ കഴിച്ചോ. ആ പിടി പിടി പിടി. ഒറ്റ വലിക്ക് കുടിച്ചു. നീയും കുടിച്ചോ. കുടി കുടി. അയ്യോ എന്റെ മക്കളിൽ കപ്പാസിറ്റി ഉണ്ടല്ലേ. ആ ഇനി ഒരു തവണ കൂടി കുടിച്ചാ ഈ ജ്യൂസിന്റെ കാര്യം ക്ലോസ്. അതിനൊരാൾക്ക് ഇത്രയും സാധനങ്ങൾ കൊടുക്കോ? പിന്നെ ഞാനേ കല്യാണ പെണ്ണിന്റെ മൂത്ത ചേച്ചിയാണെന്ന് പറയേണ്ട താമസം അവര് വാരക്കൂലിങ്ങി തന്നു. അപ്പൊ കല്യാണ പെണ്ണിനെ നാറ്റിച്ചു. അമ്മേ, ഗസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മൾ പാലിക്കേണ്ടതായ ചില മര്യാദകളൊക്കെ ഉണ്ട്. അമ്മ കല്യാണ പെണ്ണിന്റെ മൂത്ത ചേച്ചിയാണെന്നൊക്കെ പരസ്യപ്പെടുത്തിയല്ലോ. തീറ്റ കാണാതെ കിടക്കുന്ന ലോ ക്ലാസ് ദരിദ്രവാസികളാണെന്ന് കരുതി മറ്റുള്ളവര് നമ്മളെ അളന്ന് കളയും അമ്മേ. ഓ പിന്നെ അളക്കുന്നു. ഇടി ഓരോരുത്തർ അവിടെ നിന്ന് തിന്നുന്ന തീറ്റ ഒന്ന് കാണണം. ഒരു വലിയ കോട്ടൺ സൂട്ട് വിട്ട ഒരാളെ എല്ലാം കൂടെ വലിച്ചു വാരി തിന്നിട്ട് ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുവാ. അതിന്റെ ഇടയ്ക്ക് ആർക്കാ മറ്റുള്ളവരെ അളക്കാൻ നേരം? പെട്ടെന്ന് ഇത് മുഴുവനും തിന്നും കുടിച്ച് നിർത്തോണം. എന്നിട്ട് വേണം എനിക്ക് പോയി അടുത്ത സാധനം എടുത്തോണ്ട് വരാൻ. അല്ലെങ്കിലേ കുറച്ചും കൂടി എടുത്തിട്ട് വരാം. വല്ലതും കടിച്ചു വറുക്കാൻ ചിക്കനോ വല്ലതും കിട്ടുമോ നോക്കട്ടെ. നിങ്ങൾ കഴിക്കൂ കേട്ടോ. ഓ ഈ അമ്മ നാളും എടുക്കും നമ്മളെ. വർഷയുടെ കല്യാണത്തിന് നീ കൂടി പങ്കെടുക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം. ഇവിടെ നിന്ന് എല്ലാരും കല്യാണത്തിന് സഹകരിക്കുമ്പോ നീ മാത്രം പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ മോനെ. ദേ മനോജിന്റെ സഹോദരിയുടെ കല്യാണമാണ്. എന്തൊക്കെ പറഞ്ഞാലും മനോജ് നിന്റെ പെങ്ങടെ ഭർത്താവല്ലേ. ആ ബന്ധമൊന്നും നോക്കി പോണോന്ന് അമ്മ പറയുന്നില്ല. നീ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ലേ, നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ടല്ലോ. ആ നിലയിലൊന്നും തല കാണിച്ചാ മതി. അച്ചമ്മ പോകുന്നുണ്ടോ? അച്ചമ്മ കല്യാണത്തിന് പോകുന്നുണ്ടോന്ന്? തീരെ മനസ്സുണ്ടായിട്ടല്ല മോനെ. കല്യാണത്തിന് പോണോന്ന് എന്റെ മകൻ കുറുപ്പ് എന്നോട് നിർബന്ധിച്ചിട്ടില്ല. പോകരുതെന്ന് കർശനമായി വിലക്കിയിട്ടുമില്ല. പക്ഷേ എന്റെ മകൻ പ്രധാനപ്പെട്ടൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് കല്യാണത്തിന് പോണോന്ന് തന്നെയാണ് എന്റെ തീരുമാനം. കെട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നതേ മറ്റാരുമല്ല, നിന്റെ അച്ഛനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.